കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ എക്സാലോജിക് CMRL ഇടപാടുകളിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണ വിജയനെതിരെ അന്വേഷണം നടത്താൻ അനുമതി നൽകിയത്. ഇതോടെ ഈ കേസുകളിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ പ്രതിയാകും. CMRL എക്സാലോജിക് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് SFO എന്ന അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ക്രമക്കേട് വ്യക്തമായതോടുകൂടി കേസുമായി മുന്നോട്ടു പോകുവാനാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനം. കരിമണൽ ഖനന കമ്പനിയായ CMRL പലർക്കും പണം നൽകിയെന്നും പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പണം നൽകിയവരുടെ പട്ടികയിൽ പല രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ SFO കണ്ടെത്തിയത്. എക്സാലോജിക്കും CMRLും തമ്മിൽ നടന്ന ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നു. ഇടപാടിന് പിന്നിൽ അഴിമതിയുണ്ടോ എന്നും ഏജൻസി അന്വേഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാധീനിക്കാനാണോ മകൾ വീണ വിജയന് പണം നൽകിയതെന്നും കേസിൻ്റെ ഭാഗമായി അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ പ്രതിയേർത്ത് SFO കുറ്റപത്രം നൽകിയതിനെ തുടർന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. രാജിവെച്ച് പുറത്തുപോയി കേസന്വേഷണത്തിന് സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. യാതൊരുവിധ സേവനവും ചെയ്യാതെ 2,70,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ കൈക്കൂലിയായി കൈപ്പറ്റിയതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് അവർ ആവശ്യമുന്നയിക്കുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതേവരെ മുഖ്യമന്ത്രിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോ ഇതേവരെ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, താങ്ക് യു, നമസ്കാരം.